ആ കാഴ്ച കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ശരിക്കും കരഞ്ഞുപോയി. എന്താ ഉമർ തങ്ങളെ കരയുന്നത്? നബിയെ, ഞാൻ കിസ്റയിലെ ഹബിഷയിലെ ഒക്കെ രാജാക്കന്മാരെ ഓർത്തുപോയി. എത്ര സുഖസമൃദ്ധിയിലാണ് റസൂലെ അവരൊക്കെ ജീവിക്കുന്നത്. ലോക നേതാവായ അങ്ങുറങ്ങുന്നതോ ഒരു ഓലപ്പായയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരഭാഗങ്ങളിൽ ഈന്തപ്പനയോലയുണ്ടാക്കിയ പാടുകൾ ഉമർ തങ്ങൾ കാണുന്നുണ്ട്. മദീനയിലെ രാജകുമാരന്റെ പനയോല കുടിലിൽ വാക്കുകൾ കിട്ടാതെ കണ്ടമിടറിപ്പോയ ആ വലിയ മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, അതൊക്കെ ദുന്യാവല്ലേ, അത് അവരെടുത്തോട്ടെ, നമുക്ക് ആഖിറം കിട്ടുന്നതല്ലേ നല്ലത്. അപ്പോഴാണ് ദുന്യാവിലെ വിഷമങ്ങൾ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർക്ക് പടച്ചോൻ ആഖിറത്തിൽ വലിയ പ്രതിഫലം കാത്തുവച്ചിട്ടുണ്ടെന്ന് പറയുന്ന സൂറത്തുൽ ഇൻസാനിലെ وَإِذَا رَأَيْتَ ثَمَّ رَأَيْتَ نَعِيمًا وَمُلْكًا كَبِيرًا എന്ന 20-ാം സൂക്തമിറങ്ങുന്നത്. ആ